പരസ്പരം യോജിച്ചു പോകുമ്പോ ബസ് പോകുമ്പോ ഭാര്യയും ഭർത്താവ് ഒരു സീറ്റ് ഇരുന്ന് പോകുന്ന കാണുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയാം. ഇത് നമ്മള് മലയാളികൾ ഓളന്ന് മുമ്പിൽ ബേക്ക് ഇയാളിക്ക് ബേക്ക് ഇന്ന് ചേർക്കേണ്ട സ്ഥലത്തെത്തിയിട്ട് റോഡും ഇറങ്ങടോ അട്ടകാസ് ഒന്ന് അടുത്തിരിക്കാൻ മടിയാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ കല്യാണം കഴിച്ചത്? ഒന്ന് അടുത്തിരുന്നൂടെ? മരണം വരെ പ്രേമിക്കാൻ പഠിക്കുക. രാമായണം വായിച്ച മുഴുവൻ ആളുകളും മരണം വരെ ഭാര്യാഭർത്തൃ ബന്ധത്തെ പരസ്പരം 3 വഴികളായി പരസ്പരം ബഹുമാനിതരായി പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പഠിക്കുക. അതാണ് ഒന്നാമത്തെ അധ്യായം. രണ്ടാമത്തെ ഭാഗം പിതൃപുത്ര ബന്ധം. അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം എന്താണ്? പല വീട്ടിലും ഇപ്പൊ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം വളരെ നെഗറ്റീവാണ്. പോസിറ്റീവാകാൻ നമ്മുടെ കുട്ടികൾ നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോ എവിടെ 4 ആൾ ഒത്തുകൂടിയാലും കുട്ടികളെ പറ്റി കുറ്റാണ്, അവര് കഞ്ചാവാണ്, അവര് മയക്കുമരുന്നാണ്, അവര് കച്ചറയാണ്, ബഹളാണ് എന്നൊക്കെ പറയുന്നില്ലേ? അത്ര മോശമാണോ നമ്മുടെ കുട്ടികൾ? ഞാൻ അതിനെതിരാണ്. എന്റെയൊക്കെ ബാല്യത്തിലെ ചെറുപ്പക്കാര് കഴിച്ച തോന്നിയാസത്തിനൊന്നും അതിരില്ല. പക്ഷെ അതൊന്നും സോഷ്യൽ മീഡിയയിലും വരില്ല. കഞ്ചാവ് കുടിച്ചാലും കഞ്ചാവ് ഉപയോഗിച്ചാലും ടിവിയിലും വരില്ല. ഇന്ന് ഏടിയെങ്കിലൊന്ന് നെയ്യാറ്റിൻകരയിൽ ഒരു കഞ്ചാവ് പിടിച്ചാൽ മലയാളിയിൽ ഒരു നല്ല ഫാഷൻ കഞ്ചാവ്. അപ്പൊ എന്താ മുതിർന്ന ആളുടെ എല്ലാം വിചാരം ചെറുപ്പക്കാരും കുട്ടികൾ മൊത്തം നോക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം പ്രസംഗിക്കുന്നിടത്തും ചെറുപ്പക്കാരെയും കുട്ടികളെ കുറ്റപ്പെടുത്തുകൊണ്ടാ അവരൊരൊറ്റ ഇങ്ങോട്ട് വരാത്തത്. നിങ്ങൾ നോക്കിയാൽ ചെറുപ്പക്കാരെ കുട്ടികളൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. ഇത് നമ്മളെ കുറ്റം പറയാനാണ് അവർക്കറിയാം. ഇതിനാണ് തന്തവൈബ് എന്ന് അവർ പറയുന്നത്. തന്തവൈബ്. ഈ തന്തവൈബ് നിങ്ങൾ തിരുത്തണം. നമ്മുടെ കുട്ടികൾ നല്ലവരാണ്. എന്ത് സ്നേഹമുള്ള കുട്ടികളാണ്. നല്ല കുട്ടികൾ അപൂർവം ചില എഴുതുന്ന ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അതെല്ലാ കുട്ടികളും വീട്ടുന്നവരും നല്ല. അവരുടെ വ്യക്തിത്വ വികാസത്തിൽ 3 ഘടകങ്ങളുണ്ട്. ഈ 3 ഘടകങ്ങളിൽ മാനവികത ചേർക്കേണ്ട ഭാഗം നമ്മൾ പക്ഷേ ആ ശാസ്ത്ര ഉയർത്തിയിട്ടില്ല. അത് അടച്ചിടുക. 2 ഘടകങ്ങൾ ഗംഭീരമായിട്ട് നമ്മൾ അലങ്കരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ശരീരം, നല്ല ഭക്ഷണം, നല്ല കിടക്ക, നല്ല വസ്ത്രം, നല്ല ആരോഗ്യം ലഭിക്കും. നമ്മളൊക്കെ ബാല്യകാലത്തിലെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ ചില ആള് പറയും പണ്ടത്തെ ഭക്ഷണവും പണ്ടത്തെ ആരോഗ്യമല്ലേ ഗംഭീരം. എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 45 വയസ്സിലെ ഇന്ത്യയിൽ ആള് വെച്ച് 45 വയസ്സ് ആയുസ് ഇന്ത്യയുടെ ശരാശരി ആയുസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇപ്പോ 79. ഒന്നും നോക്കണ്ട. റിട്ടയർ ആകുന്ന മാഷന്മാർ പണ്ടെങ്ങനെ നരച്ചു കുടിച്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പൊ പിരിയാൻ പോകുന്ന മാഷും പിരിഞ്ഞ മാഷും നല്ല സുന്ദരന്മാരില്ലേ? വെറുതെ ഒന്ന് മാട്രിമോണിയിൽ കൊടുത്താൽ 100 കണക്കിന് പ്രപ്പോസൽ വരും. പിരിഞ്ഞ മാഷ് അങ്ങനത്തെ സുന്ദരന്മാരാണ്. നല്ല ആരോഗ്യമാണ്. നമ്മളെയൊക്കെ ബാല്യത്തിൽ